ഹായ്, എൻ്റെ പേര് അഞ്ജന. ഞാൻ കുറച്ച് ദിവസമായി മര്യാദയ്ക്കൊന്ന് ഉറങ്ങിയിട്ട്, അല്ലെങ്കിൽ മര്യാദയ്ക്ക് ഭക്ഷണം കഴിച്ചിട്ടൊക്കെ കുറച്ച് ദിവസമായി. ഈ വിഷയം കാരണം ഉറക്കവും ഭക്ഷണവും ഒക്കെ തോന്നിയ പോലെ ആയിട്ടുണ്ട്. അപ്പം അതൊക്കെ എന്നെ എഫക്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഇപ്പോഴും എനിക്കൊരു ഷോക്കാണുള്ളത്. കാരണം ആ വ്യക്തിയിൽ നിന്നും ഒരിക്കലും ഞാനത് പ്രതീക്ഷിച്ചിരുന്നില്ല. ഒരു സ്ട്രേഞ്ചർ ആയിരുന്നെങ്കിൽ ചിലപ്പോൾ ഞാൻ ഇത്രയും ഇമോഷണലി ബ്രേക്ക് ഡൗൺ ആവില്ലായിരുന്നു. ഇതൊക്കെ ആ സ്ഥാപനത്തിൽ പറഞ്ഞ പ്രത്യേകിച്ച് ഗുണമൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പറയാനായി ശ്രമിച്ചപ്പോൾ തന്നെ അവിടെ നിന്നും എന്നെ കുറ്റപ്പെടുത്തുന്ന രീതിയിലുള്ള പരാമർശമാണ് ഉണ്ടായത്. അപ്പൊ ഞാൻ അവിടെ വെച്ച് നിർത്തി. പിന്നെ ഇങ്ങനെ തുടർച്ചയായി ഇങ്ങനെ ഓരോ രീതിയിൽ ഇങ്ങനെ സ്ഥാപനത്തിൽ നിന്ന് ഉപദ്രവിച്ചു തുടങ്ങിയപ്പോഴേക്കുമാണ് ഞാൻ രാജിവെച്ചത്. അപ്പോൾ ആ വ്യക്തിയുടെ പേര് പറയാം, അത് പറയണം, അങ്ങനെ തന്നെയാണ് ചിന്തിക്കുന്നത്. റിപ്പോർട്ടർ ടിവിയിലെ അസിസ്റ്റന്റ് ന്യൂസ് എഡിറ്റർ ആയിട്ടുള്ള ക്രിസ്റ്റി എം തോമസ് എന്ന് പറയുന്ന വ്യക്തിയാണ്. ഞാൻ ഈ മെയ് മാസം അവിടെ ഡെപ്യൂട്ടേഷന് ന്യൂസ് ഡെസ്കിൽ ചെന്ന സമയത്ത് മോശമായി പെരുമാറിയത്. റിപ്പോർട്ടർ ടിവിയെ പ്രതിരോധത്തിലാക്കി മുൻ മാധ്യമപ്രവർത്തകയുടെ ഗുരുതര വെളിപ്പെടുത്തൽ. ഫേസ്ബുക്കിലൂടെ പങ്കുവച്ച വീഡിയോയിലാണ് റിപ്പോർട്ടർ ചാനലിലെ മുൻ സബ് എഡിറ്റർ കൂടിയായ അഞ്ജന അനിൽകുമാർ എന്ന യുവതി തനിക്ക് റിപ്പോർട്ടർ ടിവിയിൽ ജോലി ചെയ്യവേ തൊഴിൽ സ്ഥലത്തുണ്ടായ ലൈംഗിക അതിക്രമത്തെക്കുറിച്ച് തുറന്നു പറഞ്ഞത്. തനിക്ക് നേരെ അതിക്രമം നടത്തിയ വ്യക്തിയുടെ പേര് വിവരങ്ങൾ വ്യക്തമാക്കിയാണ് ഇവർ ഫേസ്ബുക്കിൽ വീഡിയോ പങ്കുവച്ചിട്ടുള്ളത്. റിപ്പോർട്ടർ ടിവിയുടെ അസിസ്റ്റന്റ് ന്യൂസ് എഡിറ്ററുടെ സുപ്രധാന തസ്തികയിൽ സേവനമനുഷ്ഠിക്കുന്ന കോട്ടയം സ്വദേശിയായ ക്രിസ്റ്റി എം തോമസാണ് തന്നെ ആക്രമിച്ചതെന്ന് യുവതി വെളിപ്പെടുത്തി. അതിക്രമം ഉണ്ടായ സമയത്ത് തന്നെ ചാനലിൽ ഇത് പറയാതിരുന്നത് പറഞ്ഞതുകൊണ്ട് പ്രയോജനം ഇല്ല എന്ന് തോന്നിയതുകൊണ്ടാണ്. പറയാൻ ശ്രമിച്ചപ്പോഴൊക്കെ നിരുത്സാഹപ്പെടുത്തുന്ന നിലപാടാണ് അധികൃതരുടെയും മേലധികാരികളുടെയും ഭാഗത്തു നിന്നും ഉണ്ടായതെന്നും യുവതി വെളിപ്പെടുത്തിയതോടെ റിപ്പോർട്ടർ ടിവിയുടെ ഉടമകളും സീനിയർ മാനേജ്മെന്റിന്റെ ഭാഗമായ മാധ്യമപ്രവർത്തകരും പ്രതിരോധത്തിൽ ആവുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്ന ലൈംഗിക അപവാദ ആരോപണങ്ങൾ പൊടിപ്പും തൊങ്ങലും വെച്ച് അവതരിപ്പിച്ച മാധ്യമ സ്ഥാപനത്തിലെ ജീവനക്കാര് തന്നെ ഇത്തരം ഒരു വെളിപ്പെടുത്തൽ നടത്തിയതോടെ റിപ്പോർട്ടർ ടിവി അക്ഷരാർത്ഥത്തിൽ വെട്ടിലായിരിക്കുകയാണ്. തനിക്കുണ്ടായ ദുരനുഭവം ദിവസങ്ങൾക്ക് മുൻപ് ഫേസ്ബുക്കിലൂടെ യുവതി പങ്കുവച്ചപ്പോൾ ചാനലിലോ പോലീസിലോ രേഖാമൂലം പരാതി നൽകണം എന്ന നിലപാടാണ് റിപ്പോർട്ടർ ടിവി കൺസൾട്ടിംഗ് എഡിറ്റർ അരുൺകുമാർ സ്വീകരിച്ചത്. എന്നാൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആരോപണമുയർന്നപ്പോൾ പരാതിയോ കേസോ ഇല്ലെങ്കിൽ പോലും അദ്ദേഹം MLA സ്ഥാനം അടക്കം രാജിവെക്കണമെന്ന് കണിശമായി വാദിച്ച മാധ്യമമായിരുന്നു റിപ്പോർട്ടർ എന്നതും ഇവിടെ ശ്രദ്ധേയമാവുകയാണ്. ചാനലിന്റെ നിലപാടിലെ ഈ ഇരട്ടത്താപ്പ് ചൂണ്ടിക്കാട്ടി സമൂഹ മാധ്യമങ്ങളിലടക്കം കോൺഗ്രസ് അണികളും UDF അനുയായികളും നിഷ്പക്ഷരും വ്യാപക വിമർശനങ്ങളും ഉയർത്തിയിരുന്നു. ക്രിസ്റ്റിയെ റിപ്പോർട്ടർ ടിവി പുറത്താക്കുമോ? വെളിപ്പെടുത്തിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ പോലീസ് സ്വമേധയാ ഇയാൾക്കെതിരെ കേസെടുക്കുമോ എന്നീ ചോദ്യങ്ങൾ ഇതോടെ സജീവമാവുകയാണ്. അഞ്ജനയുടെ വെളിപ്പെടുത്തലിനോടൊപ്പം തന്നെ റിപ്പോർട്ടർ ടിവിയിലെ ജീവനക്കാരിയായ വീണ ചന്ദും മുൻ ജീവനക്കാരിയായ അമൃത രാജും സമാനമായ അനുഭവങ്ങളെക്കുറിച്ച് ഫേസ്ബുക്കിലൂടെ വെളിപ്പെടുത്തിയിരുന്നു. കൂടുതൽ വിവാദങ്ങൾ ഉയരുന്നതോടെ ഈ വിഷയങ്ങൾ അന്വേഷിക്കുവാനും കുറ്റക്കാർക്കെതിരെ നടപടിയെടുത്ത് അവരെ പോലീസിൽ റിപ്പോർട്ട് ചെയ്യുവാനും റിപ്പോർട്ടർ മാനേജ്മെന്റ് സമ്മർദ്ദത്തിലാകും. ഇങ്ങനെ രാഹുൽ മാങ്കൂട്ടത്തെ വീഴ്ത്തിയ ലൈംഗിക അപവാദ ആരോപണങ്ങൾ തന്നെ മാധ്യമമേഖലയിലേക്കും തുടർ വാർത്തകൾ ഉണ്ടാക്കുന്ന കാഴ്ചയാണ് ഈ ഓണക്കാലത്ത് കേരളത്തിൽ ചർച്ചയാകുന്നത്.